നമ്മുടെ പല കുറവുകളും എല്ലാവരും ആഘോഷമാക്കി മാറ്റിയിട്ടേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഒരു കുറവ് അറിഞ്ഞവരൊക്കെ അത് ഒരു പേപ്പറിൽ കൊടുക്കണമെന്ന് വരെ ആഗ്രഹിച്ചവരാണ്. അല്ലെങ്കിൽ മിനിമം വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എങ്ങനെയേലും അത് ഒരു വലിയൊരു തരംഗമാക്കി മാറ്റും. കുറവിനെ ആഘോഷമാക്കുന്ന ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു നന്മയെ ആരും ആഘോഷമാക്കത്തില്ല. നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ എന്തേലും ഒരു കുറവ് വരട്ടെ, അപ്പോൾ പൊട്ടിച്ചിരികൾ ഉയരും. ആഘോഷം അത് പലർക്കും. ഈ ഭവനത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഭയങ്കര മനോഭാവത്തെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് പരിശുദ്ധ അമ്മ ഇങ്ങനെ ചിന്തിച്ചില്ല? അവര് വേണമെങ്കിൽ ചെയ്യട്ടെ, ഈ വീടിന്റെ കുറവല്ലേ, അവരല്ലേ ഇതിനെക്കുറിച്ച് ഉത്തരവാദിത്തോടെ ചിന്തിക്കേണ്ടത്. എനിക്കിപ്പോ എന്താ കുഴപ്പം? ഇതൊന്നുമല്ല ചിന്തിച്ചത്. മനുഷ്യരങ്ങനെ ചിന്തിക്കും. നമ്മുടെ ഒരു കുറവ് നമ്മുടെ കൂടെയുള്ളവർ കണ്ടാ ചിന്തിക്കുന്ന ഒരു രീതിയാണ് നമുക്കെന്നാ ഛേദം, ഞാനിപ്പോ എന്നാ ചെയ്യാനാ. അവിടെ അറിവും പക്വതയുള്ളവർ എന്തേലും ആൾക്കാരുണ്ട്. ഞാനൊന്നും ആ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ ശരിയാവത്തുമില്ല. 100 ചിന്തകളായിരിക്കും. പരിശുദ്ധ അമ്മ അങ്ങനെ ഒരു കുറവ് കണ്ടപ്പം ആ കുടുംബത്തിന് വേണ്ടി അവിടെ 1-ാം സ്ഥാനത്ത് നിന്ന് ആ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരാള് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ ആ വീട്ടിലെ കുടുംബനാഥനോട് പോലും അല്ല ആ കുറവ് പോയി പറയുന്നത്. അങ്ങനെ പോയി പറഞ്ഞാൽ ചിലപ്പോൾ ആ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആളുകൾ അസ്വസ്ഥനാകും, ടെൻഷനാകും, ചിലപ്പോൾ ആകെ അതൊരു ചെറിയ വിഷമം ഉണ്ടാകും. അത് പരിഹരിക്കാൻ കഴിവുള്ള ഈശോയുടെ അടുത്ത്, പുത്രന്റെ അടുത്ത് പരിശുദ്ധ അമ്മ കൊണ്ടുപോയി. ഒരാളോട് പറഞ്ഞു പോലും അത് ആഘോഷമാക്കാൻ പരിശുദ്ധ അമ്മ ഒട്ടും ശ്രമിച്ചിട്ടില്ല. ഇവിടെ വീഞ്ഞു തീർന്നു പോകാൻ പോവുക കേട്ടോ എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന പോലൊരു കാര്യം ചെയ്താലോ എന്ന് എനിക്കൊരു ആലോചനയുണ്ട്, ആലോചന പോലും ഒരാളോട് പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില ആലോചനകൾ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളോട് പോലും ആലോചന ചോദിക്കും. ഇങ്ങനെയൊരു വിഷയത്തിൽ പരിശുദ്ധ അമ്മ ഒരാലോചന പോലും വേറൊരാളോട് ചോദിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവര് വളരെ ചിന്തിക്കണം. അതിനകത്ത് ആ വീടിന്റെ ഒരു കുറവാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവം തീർന്നു പോകാൻ പോവാണ്, വീഞ്ഞു തീർന്നു പോവാണ്. ഒരു കുറവ് ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇതത്ര വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. അങ്ങനെ തോന്നണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ആരുടെയെങ്കിലും ഒരു കുറവിനെ ഈ ലോകം ഏതെങ്കിലും വിധത്തിൽ ആഘോഷമാക്കിയ അവരോട് പോയി ചോദിച്ചു നോക്കണം, നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ കടന്നുപോയ മാനസിക വ്യഥ എന്താണ്. ഉറപ്പായിട്ടും ആ വ്യക്തി പറയും, ദിവസങ്ങളോളം ഉറങ്ങിയിട്ടില്ല, കരഞ്ഞ് 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 കണ്ണുനീര് പറ്റി, ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും. കുറവില്ലാത്ത ആൾക്കാരില്ല, കുറവില്ലാത്ത ഭവനമില്ല. പക്ഷെ ബൈബിളിൽ ഒരു പ്രത്യേകതയുണ്ട്, എവിടെല്ലാം കുറവുകൾ ഉണ്ടായോ അവിടെയൊക്കെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കുറവുള്ളവർ ശ്രദ്ധിക്കണം. കുറവുണ്ട് എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞ ദുഃഖമുള്ളവർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബത്തെയാണ് ദൈവം ഏറ്റവും കൂടുതൽ കണക്കിലെടുക്കാൻ പോകുന്നത്. കുറവുള്ള ആ ഒരു കുറവിനെ അവിടെ ആർക്കും ഒരു ആഘോഷമാക്കി ചിരിക്കാൻ പാകത്തിന് ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടില്ല. ഒരു മനുഷ്യക്കുഞ്ഞറിയാതെ ആ കുടുംബത്തിന്റെ കുറവിനെ പരിഹരിക്കാൻ പരിശുദ്ധ അമ്മ അവിടെ ചെയ്ത പ്രവൃത്തി ഇന്നും നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. ഒരുപക്ഷെ എന്റെയോ നിങ്ങളുടെയോ കുറവ് എവിടെയാണെന്ന് 10 കണ്ണുകളോടുകൂടി നോക്കി നടക്കുന്നവരുണ്ട്. ഒരവസരം കിട്ടാൻ, അവസരം ഒന്നും കിട്ടാത്തോണ്ടാണ് ചാടി വീഴാത്തത്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഒരവസരം വന്നു നോക്കട്ടെ, അപ്പോൾ പലർക്കും മനസ്സിലാകും പലരുടെയും സ്വഭാവത്തിന്റെ പ്രത്യേകത, പലരുടെയും ഉള്ളിലിരിപ്പ്, പലരുടെയും തനി നിറം, പലരുടെയും തനി സ്വഭാവം. നമുക്കിപ്പോ ഒരു കുഴപ്പവും ഇല്ലാത്തോണ്ടാണ് നമ്മളെ എല്ലാരും നോക്കി ചിരിക്കുന്നത്. ഒരു കുറവ് വരുമ്പം ചിരിച്ച ആളുകളുടെ പല ചിരികളും അപ്രത്യക്ഷമാകുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇന്നലെയൊക്കെ എന്തോ ഒരു സന്തോഷിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞ ആളാ. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക, പരിശുദ്ധ അമ്മയുടെ ഒരു മനോഭാവം. എന്റെയോ നിങ്ങളുടെയോ ഒരു കുറവ് പരിശുദ്ധ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ,
പരിശുദ്ധ അമ്മ അത് ആഘോഷമാക്കുമല്ല, ആ കുറവിനെ പരിഹരിക്കാൻ സ്വന്തം കഴിവുകൊണ്ട് ശ്രമിക്കുകയും ചെയ്തിട്ടില്ല. സ്വന്തം കഴിവുകൊണ്ട് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ട് പിന്നെ ചെന്ന് ഈശോയോട് പറഞ്ഞു എന്നല്ല, സ്വന്തം കഴിവുകൊണ്ട് ഒന്നും ചെയ്തില്ല. ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ആ കുറവിനെ വേറെ ആരോടും പറയാതെ അത് യേശുവിന്റെ അടുത്ത് കൊണ്ടുചെന്ന് അവതരിപ്പിച്ചു. അവർക്ക് വീഞ്ഞില്ല. ഹല്ലേലൂയ. 8 നോമ്പിലൂടെ കടന്നു പോകുന്ന, പ്രത്യേകിച്ച് മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഈ ഒരു ദേവാലയത്തോടും ഈ ഒരു പ്രാർത്ഥനയോടും ചേർന്ന് നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ഹൃദയത്തിൽ നിന്ന് ആ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഏത് കുറവിനെയും ഇനി ഏത് സാഹചര്യത്തെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അത് സ്വന്തം കഴിവുകൊണ്ടല്ല, ആ കുറവിനെ കഴിവുള്ള ഈശോയുടെ അടുത്ത് എത്തിച്ച് നമുക്കുള്ള അനുഗ്രഹത്തെ നേടിത്തരുമെന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഭാഗമാണ് ഇത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ വീഞ്ഞില്ല എന്ന്, ഇവിടെ ഒരു കുറവുണ്ടെന്ന് പറയുമ്പം കുറവുണ്ട്. ബൈബിളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറവുള്ളവരുടെ കുറവ് കണ്ടിട്ട് ദൈവം പുറകോട്ട് പോയതായി എവിടെയും കാണില്ല. കുറവുള്ള അവസ്ഥ കണ്ടാൽ നമ്മുടെ കുടുംബക്കാരൊക്കെ പെട്ടെന്ന് പുറകോട്ട് പോകും, സഹോദരങ്ങൾ പുറകോട്ട് പോകും, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും പുറകോട്ട് പോകും. എന്നാൽ ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ കുറവുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം എവിടെയേലും പുറകോട്ട് പോയി എഴുതിയിട്ടുണ്ടോ? മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ഇന്ന കുറവുണ്ട്. അപ്പോൾ എന്നാ ശരി എന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല കാണുന്നത്. ആ വ്യക്തി അനുഗ്രഹിക്കുന്ന, കുറവിനെ നികത്തുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. പൗലോസ്ലീഹ പറഞ്ഞു, എനിക്കൊരു കുറവുണ്ട്, എനിക്കൊരു മുള്ളുണ്ട്. അപ്പോൾ അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്ന ദൈവം കുറവ് കണ്ട് പുറകോട്ട് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, കാനായിലെ കുടുംബത്തിൽ ഒരു കുറവുണ്ടായി. ദൈവം അന്നേരെ ഈശോ പുറകോട്ട് പോവല്ല, ആ കുറവിനെ പരിഹരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു, ദൈവവചനം കേൾക്കുന്ന ഈ 8 നോമ്പിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ സാഹചര്യങ്ങളിലോ നിങ്ങളുടെ തലമുറയിലോ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കണ്ട് പുറകോട്ട് മാറിപ്പോകുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. ആ കുറവിലേക്ക്, ആ അവസ്ഥയിലേക്ക് ദൈവം കടന്നു വന്ന് അവസ്ഥയെ മാറ്റം വരുത്തും. സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുന്ന ആ കുറവ് ലോകത്തിന്റെ മുമ്പിൽ ഒരു കുറവായി നിൽക്കാതെ അതിനെ ഒരു വലിയ അനുഗ്രഹത്തിന്റെ ഒരു നല്ല ഒരു അവസ്ഥയിൽ. ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ കുറവ് പരിശുദ്ധ അമ്മ ഈശോയുടെ കരങ്ങളിൽ എത്തിയപ്പം സംഭവിച്ചത്, ആ ഭവനത്തിന്റെ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ ദുഃഖം ഇതായിരിക്കും, ഒരു പക്ഷേ അവസ്ഥയ്ക്കൊരു മാറ്റമില്ല. പല അവസ്ഥകൾക്ക് ഒരു മാറ്റമില്ല. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്തോറും അവസ്ഥകൾ മാറണമെന്ന നിർബന്ധമില്ല. അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് വലിയൊരു പങ്കുണ്ട്. എന്റെ ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയോർത്ത് നിങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ആകെ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയോർത്ത് നിങ്ങൾക്കൊരു ദുഃഖമുണ്ടെന്നിരിക്കട്ടെ. നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ഭാവിയുടെ മേഖലയുമായി ബന്ധപ്പെട്ടും സ്വഭാവത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു ആകുലതയുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവസ്ഥയിൽ മാറ്റം വരുത്തും. കാനായിലെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. ഹല്ലേലൂയ.